കാലവർഷ കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ഇന്ന് രാവിലെ ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്, ചില പ്രദേശങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുമുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും ഒരു കുട്ടി അപകടത്തിൽ പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ, ഇടുക്കിയിൽ 2 പേർ, വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേരും മരിച്ചു, ഒരാൾ മിസ്സിംഗ് ആണ്. കണ്ണൂർ ഒരാൾ മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി അതുകൂടാതെ ദുരന്ത 30/7/2026 തന്നെ ഇതിൻ്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായി യോഗം നടത്തി തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ടുണ്ട്. 1/8/2026 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായിട്ട് വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്. പിന്നെ NDRFൻ്റെ ടീം പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. 2 ടീം കോട്ടയത്തിന് കൊടുത്തിട്ടുണ്ട്. അധികമായി 2 NDRF ടീം ആരക്കോണത്ത് നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പുറപ്പെടും ഏത് സമയത്തും. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. ITBPയുടെ ആലപ്പുഴയിൽ ആവശ്യമാണെങ്കിൽ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ആവശ്യമാണെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിനെ നിയമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ട് 3596 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയിൽ ജലസംഭരണിയിൽ 38.91% ഉള്ളൂ വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പോൾ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആകെ മൂഴിയാറിലാണ് വെള്ളം. അത് മൂഴിയാറിൽ 2022 മുതൽ അതിൻ്റെ ഒരു സംവിധാനം ഉള്ളതാണ്. ചെറിയ അണക്കെട്ടുകളിലെ സ്ഥിതി അങ്ങനെയാണ്. ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാം. ഇത്തരം അണക്കെട്ടുകൾ രാത്രി ജലം തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ദിവസവും 2 വട്ടം അതാത് അണക്കെട്ടുകളുടെ ചുമതലയുള്ള വകുപ്പുകൾ, ഒന്ന് KSEB,
ഒന്ന് ജലസേചന വകുപ്പ് വിലയിരുത്തുക, ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് ജില്ലാ കളക്ടറെ അറിയിക്കുക. ജില്ലാ കളക്ടറുടെ കൂടെ അംഗീകാരത്തോടുകൂടി മാത്രമേ തുറന്നു വിടുകയുള്ളൂ. അത് ചെറിയ അണക്കെട്ടുകളാണ്, വളരെ ചെറിയ, അതാണ് ഈ മൂഴിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാധ്യതകൾ മാത്രമാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കടലാക്രമണ സാധ്യതയുള്ള സ്ഥലവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ അത് ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഗതിയിൽ കിട്ടുന്നത്, മരിച്ചവർക്ക് കിട്ടുന്നത് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. പിന്നീട് നമുക്ക് നേരത്തെ നമ്മൾ ഈ വലിയ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി, വീടില്ല, ആ സ്ഥലത്ത് വീടും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്, 10 ലക്ഷം രൂപ. അത് 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 12 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്, അത് 6 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷമായിരുന്നത് 12 ലക്ഷമാക്കി. നേരത്തെ 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുത്തിരുന്നത് നമ്മൾ 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. കാരണം ഈ വീടിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വില കൂടി. ഇത് പണ്ടെങ്ങാണ്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന റേറ്റാണ്, ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്, ഇപ്പോൾ കൂട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അത് കൂട്ടായി കൊടുക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൃഷിനാശത്തിനും ചെറിയ തോതിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് 2.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നശിച്ചാൽ 13,500 രൂപയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൃഷിനാശത്തിന് വളരെ ചെറിയ നഷ്ടപരിഹാരമാണ്. അത് ഒരു പ്രപ്പോസൽ കൃഷി വകുപ്പിൽ നിന്നുകൂടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ക്യാബിനറ്റ് യോഗവും കൂടി കൃഷിനാശം ഉണ്ടായവരുടെ നഷ്ടപരിഹാരം കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നമ്മൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അത് എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്ന് തീർച്ചയായിട്ടും അത് അറിയിക്കും. അല്ല, ഇപ്പോൾ ഇല്ല, അവിടെയൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. നമുക്ക് യാതൊരു റിപ്പോർട്ടും അത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. വലിയ ഡാമുകളിൽ പക്ഷേ വലിയ ഡാമുകളിൽ കുഴപ്പമാണ്, എല്ലാ ഡാമും തുറന്നു വിടാൻ പോകണമെന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഞാൻ ആ വലിയ ഡാമുകളാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക്, അതായത് 2 വട്ടം പരിശോധിക്കണമെന്നാണ് 2022 ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. 2022 ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. അത് ചെറിയ തോതിൽ, ചെറിയ ഡാമാണത്, ചെറിയ ഡാം, വളരെ ചെറിയ തോതിലുള്ള വെള്ളം അല്ല. ഇത് ലാൻഡ് സ്ലൈഡ് വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഇഷ്ടംപോലെ ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചില സ്ഥലങ്ങളിൽ സാധാരണ 200 ഇതിന് കൂടുതലായി മില്ലിലിറ്ററി കൂടുതലായിട്ട് മഴ പെയ്താൽ അത് എക്സ്ട്രീം ഹെവി റെയിനാണ്. ഇത് ചില സ്ഥലത്ത് 300 പെയ്തേക്കണം. ഒരു സ്ഥലത്ത് വടശ്ശേരിക്കരയിൽ 350 ചെയ്തിരിക്കുന്നത്. 350 മഴയാണ് ഉണ്ടായിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ പ്രഡിക്ഷൻ ഇതാണ്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അങ്ങനെയുള്ള സാധാരണ മഴ പെയ്യുന്നതിൻ്റെ അല്ല ഇതുണ്ടായിരിക്കുന്നത്. ഇത് അതിതീവ്ര മഴ ഈ പ്രദേശങ്ങളിലുണ്ടായത്. 350 മില്ലിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ 200 മീതെ എക്സ്ട്രീം ഹെവി റെയിനാണ്. അത് 300 പോയി, വടശ്ശേരിക്കരയിൽ അത് 350 വരെ പോയി.
ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കൂടി ഭാഗമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിലെ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. എൽനിനോയുടെ ഏറ്റവും വലിയ പ്രശ്നം വരൾച്ചയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് പരാതി? ഏത് പരാതിയാണുള്ളത്? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളെല്ലാം റെഡിയാണ്. ക്യാമ്പുകളെല്ലാം അതായത് ഞാൻ പറഞ്ഞുതരാം, പ്രീ മൺസൂൺ യോഗം ചേർന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 30-ാം തീയതിയും 1-ാം തീയതിയും യോഗം ചേർന്നു. 30-ാം തീയതി ദുരന്ത നിവാരണ വകുപ്പ് ഒന്നുകൂടി എല്ലാ പ്രിപ്പറേഷനും എടുത്ത് എല്ലാ സ്ഥലത്തും ക്യാമ്പുകൾ റെഡിയായിരുന്നു. ക്യാമ്പുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എവിടെയാണ് മഴ പെയ്യുന്നത്, എവിടെയാണ് അതിതീവ്ര മഴ പെയ്യുന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം. ഇല്ല, അതൊന്നും അങ്ങനത്തെ അതിനുള്ള സമയം ഇല്ല. ആ അറിയിപ്പാണ്, മെസ്സേജ് മാത്രമാണ് പോകുന്നത്. എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമുക്ക് ഇപ്പോൾ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനത്തിൽ ഇതാണ് കിട്ടിയിരിക്കുന്നത്. IMDയുടെ ഇതാണ് രാത്രി അർദ്ധരാത്രി വൈകുന്നത് വരെ കിട്ടിയിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും റെഡിയാണ്. ജില്ലാ കളക്ടർമാർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാന്മാരുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും റിലീഫ് ക്യാമ്പുകളും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതെന്തറിയാം ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ ഇതേ ചോദ്യം പ്രീ മൺസൂൺ മീറ്റിങ്ങിൽ IMDക്കാരോട് ചോദിച്ചാൽ, നിങ്ങളിത് റഡാറിൽ കണ്ടു കഴിഞ്ഞാൽ ഇവാക്യുവേഷനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത തരത്തിലുള്ള വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അതിന് മുമ്പിൽ എടപ്പള്ളി ടൗണിൽ എറണാകുളം സിറ്റിക്കകത്ത് പെയ്തു. ഒരു പിടിയുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് മഴ പോകുന്നത്. ഇത് ഈ പ്രത്യേകിച്ചുള്ള ടെറൈനല്ലേ, പത്തനംതിട്ടയിലേക്കുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ടെറൈനുള്ള സ്ഥലത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴാണ് ലാൻഡ് സ്ലൈഡും ഉണ്ടാകുന്നു. ധാരാളം ലാൻഡ് സ്ലിപ്പുകളുണ്ടായി. ഇപ്പോൾ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലാൻഡ് സ്ലിപ്പുകളെല്ലാം അല്ല, നമ്മളത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസിലിയൻസ് പ്രോഗ്രാം കുറേ കൂടി ശക്തിപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഏജൻസികളെ ബന്ധപ്പെടുത്തി ഏറ്റവും മികച്ച ഒരു മോഡൽ പ്രഡിക്ഷനും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതിന് സംവിധാനം ഉണ്ടാകും. 3-4 ദിവസം മുമ്പ് നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ടൊരു യോഗം നമ്മൾ ചേർന്നിരുന്നു. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മൾ അതുമായിട്ട് സഹകരിക്കാൻ, യൂണിവേഴ്സിറ്റിയാണ് നന്നായിട്ട് ചെയ്യുന്നത്, അവരുടെ അടക്കം കേരളത്തിലെ ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം, ഇപ്പം ഞാൻ പറയട്ടെ, IMDക്ക് പോലുമുള്ള പരിമിതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. IMDക്ക് പോലും ഇത് പുതിയ പ്രതിഭാസമാണ്. അതുണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ള ഇൻഫർമേഷൻ IMDയുടെ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം. അതില്ല. ആ കടലിൽ പോയവർക്ക്, കടലിൽ രാത്രിയല്ലോ പോകുന്നത്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വിവരം ഇല്ലായിരുന്നു അതുവരെ. അല്ല, അത് അവർ പ്രഡിക്ഷനാണ് അവരുടെ. പിന്നീട് അവർക്ക് അത് അറിഞ്ഞിട്ടേ അവരത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് തന്നെ മറ്റേ അലർട്ട് കൊടുത്ത്, യെല്ലോ അലർട്ട് കൊടുത്തിട്ട് പിന്നെ ഓറഞ്ച് ആക്കി. അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണത്. SOP അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ അത് മാത്രം പോരാ. കാരണം ഞങ്ങളല്ലേ ആദ്യം IPCC റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ഞാൻ പരിഹസിക്കപ്പെട്ടാണ് അന്ന്. ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതുമേലെ നാസ അനാലിസിസും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമസഭയിൽ കൊണ്ടുവന്നു. എന്നെ ഒരുപാട് പേര് പരിഹസിച്ച് ഇതൊക്കെയാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച്. കാരണം കേരളം വൾണറബിളാണ്.
പണ്ട് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന പ്രശ്നം അറബിക്കടലിലുണ്ട്. കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെയുള്ള ഏരിയയിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏത് സമയവും എക്സ്ട്രീം ഹെവി, ഞാൻ അന്ന് പ്രസംഗിച്ചാണ്, അന്നത്തെ അസംബ്ലിയിൽ പ്രസംഗിച്ച് ഏത് സമയവും വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സംവിധാനങ്ങളെ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ അല്ല ഈ അനുഭവത്തിൽ മാത്രമല്ല ഇതിന് മുമ്പുള്ള അനുഭവങ്ങളിൽ കൊണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം ഇന്ത്യക്ക് മുഴുവൻ മോഡലാകുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങും. അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു. 3-4 മീറ്റിങ്ങുകൾ ഇപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അല്ല ഇപ്പോൾ 6-7 കൂടി കനത്ത മഴ ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷെ അത് 5-ാം തീയതി അത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 5-ാം തീയതി. There is an SOP to take action. When an alert is declared, orange alert or red alert is declared, there is an SOP to take procedures. They will communicate to all the disaster management authority, district collectors, the local bodies. There is a system for a red alert and another thing to take action, initial actions. There is a procedure. That procedure ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അറിയില്ല. അവർ പറഞ്ഞല്ലോ, അവർ വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരാൾ സംസാരിക്കും പ്ലീസ്, ഒരാൾ സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കരുത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി. എല്ലാ MLA മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ? ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ലല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്താ ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണമെന്ന്. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് പോയത്. അല്ല, ഇത് കഴിയട്ടെ, ഇതിൻ്റെ വിഷമം തീർക്കട്ടെ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു.
അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കിയത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം, കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മലബാറിൽ ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിൽ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടിക്കും. അവർ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിൻ്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിലും മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. നിങ്ങൾ ആദ്യം അല്ലല്ല നിക്ക് നിങ്ങളൊന്ന് അല്ലല്ല, അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ആര്? പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാണ് ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു? ഇതല്ലല്ലോ PM ശ്രീ പുനർജനി വേറെ കാര്യമൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചെന്നാണ് എൻ്റെ തെറ്റ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് നിങ്ങളാരും ഇത് ചോദിച്ചില്ല. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്ന്. PMCയെ പറ്റിയും പുനർജനി പദ്ധതിയെ പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ തെറ്റ്. അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അല്ല, ഞാനിരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇതിലെത്തിയത്. മാധ്യമങ്ങളോട് എൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ 2-3 മണിക്കൂറും തരുമ്പം 3 മണിക്കൂർ കൂടുമ്പോൾ ഓഫീസിൽ നിന്ന് തരുന്നത്. വെയിറ്റ് അതുകൂടാതെ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി റവന്യൂ മന്ത്രി അന്നത്തെ ദിവസം 2 പ്രാവശ്യം ബ്രീഫ് ചെയ്തു. എല്ലാ വിവരങ്ങളും നമ്മളെടുത്ത ഈ നടപടികൾ, കളക്ടറെ ബന്ധപ്പെടുന്നത്, നമ്മൾ NDRFൻ്റെ ഫോഴ്സിനെ കൊണ്ടുവരുന്നത്, നമ്മൾ നേവിയുടെ ഹെലികോപ്റ്റർ ട്രൈ ചെയ്യുന്നത്, കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് മുതലപ്പുഴ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നിങ്ങളോട് ബ്രീഫ് ചെയ്തിരുന്നു. നിങ്ങൾ എന്നിട്ട് വെറുതെ വാർത്ത ഉണ്ടാകും. അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചാൽ മതി. ഇല്ല, വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്കറിയാം. അദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ല പറയണത്. നിങ്ങളിങ്ങനെ വന്ന് ഈ ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിലും വന്ന് എൻ്റെ പത്രസമ്മേളനം കലക്കണ്ട. ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല, ഞാൻ ഒരു സ്ഥലത്തും
ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിൽക്കേ. രണ്ട് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ₹1 പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. ഉണ്ട്, അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ₹1 നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കണത്. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ലെറ്റ് മീ കംപ്ലീറ്റ് ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ₹1 ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. ₹1 വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. അങ്ങ് ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറ. ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചേക്കുക. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നല്ലേ ചോദിക്കും. വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയായിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും 8 കൊല്ലമായിട്ട്. ഏത് അല്ല, എങ്ങനെ ഈ മണ്ണടിച്ച് മാറ്റാനാ? ചെയ്തില്ലെന്നേ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്തും പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും.
അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി, ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെതിരെ നടപടിയെടുക്കുന്ന. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുകയാണ്, കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും, വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. കാരണം ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല, അധ്യാപകരുടെ അനുപാതം വർദ്ധിച്ചാൽ അധ്യാപകരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കും. സംസ്ഥാനത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. മാത്രമല്ല, ഗവൺമെൻറ് സെക്ടറിൽ ചെയ്താൽ ഉടനെ ഈ എയ്ഡഡ് സെക്ടറിലേയും വരും. എയ്ഡഡ് സെക്ടറിൽ ഇതേ പ്രശ്നം വരും. എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അവിടെയും ഈ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണം എന്ന് ഞാൻ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. മന്ത്രി 3-4 പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അവർ സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. സമരം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും. അല്ല, അതിനു മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടെല്ലാം രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു രാജിവെക്കാൻ. നേരത്തെ തന്നെ ഒരു സർക്കുലർ പോയിരുന്നു, രാജിവെച്ചില്ല. ഇപ്പോൾ രാജി തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ നമ്മളൊരു മര്യാദയാണ് എല്ലാവരോടും കാണിച്ചത്. എല്ലാവരും ആളുകളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരിത് വന്നു. ഇത് ഹൈക്കോടതി നമ്മുടെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷനിലുള്ള നമ്മുടെ അനുമതി ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ്. നമ്മൾ കൊടുത്തു അനുമതി, ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആ പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിയും വെച്ചു. ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ, ഇപ്പോൾ അതാണ് ആക്ഷേപം അല്ലേ CPMൻ്റെ, ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചില്ല അവരോട്. അവർക്കങ്ങ് 7 മാസം 8 മാസമോ അവരുടെ ഒരു കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് കൂടുക പോലും ചെയ്തില്ല. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാരിന് പിന്മാറായിരുന്നല്ലോ. നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിച്ചില്ല. പിണറായി വിജയൻ വന്ന് ഇവിടെ PM ശ്രീ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ. ഞങ്ങൾ വന്നപ്പോൾ അല്ലേ അത് കറക്റ്റ് ചെയ്തല്ലോ. പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ? ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനമെടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ. ഇപ്പോൾ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞത്. അത് അദ്ദേഹം പിറ്റേ ദിവസം UDF പല കാര്യവും ചർച്ച ചെയ്യും. അതിൻ്റെ അകത്തൊരു നടപടിക്രമങ്ങൾ ഒന്നും കൂടി പരിശോധിക്കണം. അതിൻ്റെ അകത്ത് കോടതി ഒരു ക്ലിയറൻസ് കൂടി കിട്ടണം നമുക്ക്. ഇന്ന് മതിയല്ലോ, ബാക്കി എല്ലാം കൂടി ഇന്ന് ചോദിക്കേണ്ട. ഇല്ല, അല്ലല്ല, അത് പരിശോധിക്കുന്നുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് അത് പരിശോധിക്കുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴും ആളുകൾ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാരും കളക്ടർമാരും ഒക്കെ പത്രസമ്മേളനം നടത്തി പറയാണ്, നമ്മൾ ഈ ഇവാക്യുവേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ, ഞാനും അത് അഭിമുഖീകരിച്ചിട്ടുള്ള ആളാണ്, ആളുകൾ പോവില്ല. ആളുകൾ 2ാം നില ഉണ്ടെങ്കിൽ 2ാം നിലയിൽ പോവും. 2ാം നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോയി അവർ ജില്ലാ അതോറിറ്റി ആവശ്യപ്പെടുമ്പോൾ അവർ ക്യാമ്പിലേക്ക് മാറണം.
അവർ വരണം. അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു റെസ്ക്യൂ ഓപ്പറേഷൻ പോലും ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരില്ല. അതുകൊണ്ട് അധികാരികൾ ആവശ്യപ്പെടുമ്പോൾ അവർ മാറി റിലീഫ് ക്യാമ്പുകളിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.